Hi students, welcome to the class for Financial Markets and Operations. First നമുക്കൊരു 2-mark question നോക്കാം. That is define net asset value. നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ യൂണിറ്റ്സുകളാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ പല സെക്യൂരിറ്റീസിൻ്റെ ഡിഫറെൻറ്റ് സ്കീംസുകളാണുള്ളത്. അപ്പം ആ ഒരു പർട്ടിക്കുലർ സ്കീമിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടാണ്, അതായത് അതിൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ നോക്കിയിട്ടാണ്. ഇത് ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് നെറ്റ് അസെറ്റ് വാല്യൂവിനെ കണക്കാക്കാം. എങ്ങനെയാണ് നമ്മൾ ഈ നെറ്റ് അസെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സെക്യൂരിറ്റീസിൽ, അതായത് ഓരോ സ്കീംസിലും ഓരോ യൂണിറ്റിലും അടങ്ങിയിട്ടുള്ള ഡിഫറൻറ്റ് സെക്യൂരിറ്റീസിൻ്റെ വാല്യൂവിൽ നിന്നും അതിൻ്റെ ലൈബിലിറ്റീസ് നമ്മൾ കുറയ്ക്കും. അതായത് നെറ്റ് അസെറ്റ്സ് ഓഫ് ദി സ്കീം നമ്മൾ ഫൈൻഡ് ചെയ്യും. അതായത് ഓരോ അസറ്റ്സിൻ്റെയും, അതായത് സെക്യൂരിറ്റീസിൻ്റെയും വാല്യൂ നോക്കി അതിനകത്ത് എന്തൊക്കെ ലൈബിലിറ്റീസ് ഉണ്ടോ അത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് നെറ്റ് അസെറ്റ് വാല്യൂ ഓഫ് ദി സ്കീം കിട്ടും. അതിനെ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് അസെറ്റ്, സ്കീമിൻ്റെ നെറ്റ് അസെറ്റ് ആണ് നമ്മൾ ന്യൂമറേറ്ററായിട്ട് എടുക്കുന്നത്. അതിന് ഈ അസറ്റ്സിൽ നിന്നും, അസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റീസ് ആണ്, സെക്യൂരിറ്റീസിൽ നിന്നും അതിൻ്റെ ലൈബിലിറ്റീസ്, അതിൻ്റെ വാല്യൂവിൽ നിന്നും ലൈബിലിറ്റീസ് കുറയ്ക്കുക. അതിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നെറ്റ് അസെറ്റ് വാല്യൂ കിട്ടും. സാധാരണ നെറ്റ് അസെറ്റ് വാല്യൂ ഡിക്ലെയർ ചെയ്യുന്നത് ട്രേഡിംഗ് ഡേയുടെ ലാസ്റ്റ് ഡേറ്റിലാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ട്രേഡിംഗ് ഡേ ആണ്, ആഫ്റ്റർ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം. അങ്ങനെയാണ് സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസ് അനുസരിച്ച് ആ ഒരു സമയത്താണ് നമ്മൾ നെറ്റ് അസെറ്റ് വാല്യൂ ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. Then another 2-mark question, that is how mutual fund units are priced. എങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് വാങ്ങുവാനും വിൽക്കുവാനുമുള്ള പ്രൈസ് നിശ്ചയിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രൈസിങ് നോക്കാം. നമ്മൾ ഈ നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതാണ് ഇൻവെസ്റ്റർ ഹോൾഡ് ചെയ്യുന്ന ഒരു യൂണിറ്റിൻ്റെ ഫെയർ ആയിട്ടുള്ള വാല്യൂ. പക്ഷേ ആ നെറ്റ് അസെറ്റ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ അതാണെന്നുണ്ടെങ്കിലും ആ പ്രൈസിനല്ല വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചില ചാർജും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് സെൽ പ്രൈസ്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് സ്കീംസും ക്ലോസ് എൻഡഡ് സ്കീംസും ഉണ്ട്. ഓപ്പൺ എൻഡഡ് സ്കീംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇത് ടെർമിനേഷൻ വരെ, ഒരു സ്പെസിഫിക് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ യൂണിറ്റ് ഹോൾഡർ, യൂണിറ്റ് വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരു പ്രത്യേക ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇത് വിൽക്കുകയോ മറ്റോ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഇത് തിരിച്ച് കമ്പനിക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ പൈസ തിരിച്ച് വാങ്ങിക്കുന്നതിന് സ്പെസിഫിക് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ക്ലോസ് എൻഡഡ് സ്കീമിലാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു പീരീഡിലാണ് കമ്പനി ഈ യൂണിറ്റ് തിരിച്ചു വാങ്ങുന്നത്. അപ്പോൾ കമ്പനി ഈ യൂണിറ്റ് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പ്രത്യേകം ചാർജ് പറയുന്നുണ്ട്. ആദ്യം കമ്പനി ഈ യൂണിറ്റ് വിൽക്കുന്ന പ്രൈസിനെ കുറിച്ച് പറയാം, അതായത് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ നെറ്റ് അസെറ്റ് വാല്യൂവിൻ്റെ കൂടെ ഒരു എൻട്രി ലോഡും കൂടി ആഡ് ചെയ്യുന്നതിനാണ്. അപ്പോൾ അതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഓഫർ പ്രൈസ് എന്ന് പറയും. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി അത് യൂണിറ്റ് ഒരു ഇൻവെസ്റ്റർക്ക് വിൽക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ നെറ്റ് അസെറ്റ് വാല്യൂ, നമ്മളിപ്പോൾ പറഞ്ഞ നെറ്റ് അസെറ്റ് വാല്യൂവിൻ്റെ കൂടെ ഒരു എൻട്രി ലോഡും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അവർക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസും കൂടി ഇൻവെസ്റ്റർ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്ലോസ് എൻഡഡ് സ്കീം ആകുമ്പോൾ അതിൻ്റെ അകത്തൊരു മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടാകും. ആ ഡേറ്റിൽ കമ്പനി ഈ യൂണിറ്റ് തിരിച്ച് ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇവർ ഒരു ചാർജ് എടുത്തതിന് ശേഷം മാത്രമേ യൂണിറ്റ് ഹോൾഡർക്ക് ഈ തുക തിരിച്ചു കൊടുക്കത്തുള്ളൂ. അങ്ങനെ ചാർജ് ചെയ്യുന്ന എമൗണ്ടാണ് ഈ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. അപ്പം അത് മൊത്തത്തിൽ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് ഫുൾ അവർക്ക് തിരിച്ച് കിട്ടുന്നില്ല, യൂണിറ്റ് ഹോൾഡർക്ക് കിട്ടില്ല. ഇവരൊരു ചാർജ് ഈടാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, യൂണിറ്റ് ഹോൾഡർക്ക് അത് കൊടുക്കുന്നുള്ളൂ. അതായത് നെറ്റ് അസെറ്റ് വാല്യൂവിൽ നിന്നും മാർക്കറ്റിലെ വാല്യൂവിൽ നിന്നും ഇവരുടെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന ചാർജും കൂടി എടുത്തതിന് ശേഷം ബാക്കി മാത്രമേ യൂണിറ്റ് ഹോൾഡർക്ക് കൊടുക്കത്തുള്ളൂ. ഇറ്റ് ഈസ് എ പ്രൈസ് അറ്റ് വിച്ച് എ ക്ലോസ് എൻഡഡ് സ്കീം റീപർച്ചേസസ് ഇറ്റ്സ് യൂണിറ്റ്. അപ്പം ഇതിനെ നമ്മൾ പറയുന്നത് ബിഡ് പ്രൈസ് എന്നാണ്. ഈ ഒരു പ്രൈസാണ് യൂണിറ്റ് ഹോൾഡർക്ക് കിട്ടുന്നത്. മെച്യൂരിറ്റി ആകുമ്പോഴത്തേക്കും അയാൾക്ക് തിരിച്ച് കിട്ടുന്ന തുക, അതായത് നെറ്റ് അസെറ്റ് വാല്യൂവിൽ നിന്നും എക്സിറ്റ് ലോഡും കൂടി ചാർജ് ചെയ്തതിന് ശേഷം, നെറ്റ് അസെറ്റ് വാല്യൂ മൈനസ് എക്സിറ്റ് ലോഡാണ് ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഹോൾഡർ അത് വാങ്ങുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഓഫർ പ്രൈസാണ്. അത് നെറ്റ് അസെറ്റ് വാല്യൂവിൻ്റെ കൂടെ എൻട്രി ലോഡും കൂടെ ആഡ് ചെയ്തതിന് ശേഷമുള്ളതാണ്. എൻട്രി ലോഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് നമ്മൾ ഫ്രണ്ട് എൻഡ് ലോഡെന്ന് പറയും. അതായത് ഒരു യൂണിറ്റ് ഹോൾഡർ ഈ മ്യൂച്വൽ ഫണ്ടിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ അയാൾക്ക് മുകളിൽ ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ് ഈ എൻട്രി ലോഡെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ എ
scheme when it sells the units. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒരു സ്കീം യൂണിറ്റ് ഹോൾഡർക്ക് ഇത് വിൽക്കുമ്പോൾ അവർ ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ്. ദെൻ എക്സിറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, അത് തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു തുക എടുത്തതിന് ശേഷം മാത്രമേ കമ്പനി യൂണിറ്റ് ഹോൾഡർക്ക് ആ ഫണ്ട് തിരിച്ചു കൊടുക്കുന്നുള്ളൂ. അതാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ചാർജ് കളക്റ്റഡ് ബൈ സ്കീം വെൻ ഇറ്റ് ബൈ ബാക്സ് ദ യൂണിറ്റ്സ് ഫ്രം ദ യൂണിറ്റ് ഹോൾഡർ. യൂണിറ്റ് ഹോൾഡറുടെ കയ്യിൽ നിന്നും ആ യൂണിറ്റ് തിരിച്ചു വാങ്ങി ക്യാഷ് കൊടുക്കും. ആ ഒരു സിറ്റുവേഷനാണത്. ഇതിനെ നമ്മൾ ബാക്ക് എൻഡ് ലോഡെന്നും പറയും. അതായത് നമ്മൾ അറ്റ് എൻഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് തിരിച്ച് പോകുന്നതാണ്. സ്കീം ദാറ്റ് നോട്ട് ലോഡഡ് ചാർജ് എ ലോഡ് ആർ കാൾഡ് നോ ലോഡ് സ്കീം. അപ്പം ചില സ്കീംസുകളിലാണെങ്കിൽ ഇങ്ങനെ കമ്പനി പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. അങ്ങനെയുള്ള സ്കീംസിനെ നമ്മൾ നോ ലോഡ് സ്കീം എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ റിഡംഷൻ പ്രൈസ് ഉണ്ട്. റിഡംഷൻ പ്രൈസ് എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് സ്കീമാണെന്നുണ്ടെങ്കിൽ അവർ ഏത് പീരീഡിൽ വേണമെന്നുണ്ടെങ്കിലും ഇവർക്കത് റെഡീം ചെയ്യാം. അപ്പോൾ ആ കമ്പനി ഏത് പ്രൈസിനാണോ റീപർച്ചേസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ റിഡംഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ക്ലോസ് എൻഡഡ് സ്കീമിലാണെന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റിലാണ് സ്കീം റെഡീം ചെയ്യുന്നത്. അപ്പോൾ ആ മെച്യൂരിറ്റി ഡേറ്റിൽ ഏത് പ്രൈസിനാണോ കമ്പനി റെഡീം ചെയ്യാൻ തയ്യാറാകുന്നത് അതാണ് റിഡംഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും നെറ്റ് അസെറ്റ് വാല്യൂവുമായി കണക്റ്റഡ് ആണ്. നെറ്റ് അസെറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പനി ആ ഒരു പ്രൈസൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ റിഡംഷൻ പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നെറ്റ് അസെറ്റ് വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിലെ യൂണിറ്റ്സുകൾക്ക് പ്രൈസ് ചെയ്യുന്നത്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ന്യൂ ഫണ്ട് ഓഫർ. ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക് ഇഷ്യൂ അതായത് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂവിൽ പബ്ലിക് ഇഷ്യൂ വരുന്നുണ്ടല്ലോ. പബ്ലിക് ഇഷ്യൂവിൽ ഒരു മെത്തേഡാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കമ്പനി പബ്ലിക്കിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെയാണ്. അതായത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആദ്യമായിട്ട് പബ്ലിക്കിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ പബ്ലിക്കിന് ആദ്യമായിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ദ ന്യൂ സ്കീം ലോഞ്ചസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആർ ടേംഡ് ആസ് ന്യൂ സ്കീം ഓഫറിംഗ് അല്ലെങ്കിൽ ന്യൂ ഫണ്ട് ഓഫർ. ന്യൂ ഫണ്ട് ഓഫർ അല്ലെങ്കിൽ ന്യൂ സ്കീം ഓഫറിംഗ് എന്ന് പറയാം. അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു പുതിയ സ്കീം ഓഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഓഫർ ചെയ്യുമ്പോൾ സാധാരണ അതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത് 10 റുപ്പീസാണ് ഒരു സ്കീം പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ. പക്ഷേ പിന്നീട് അതിൻ്റെ സെയിലുകൾ നടക്കുമ്പം റീപർച്ചേസും സെയിലും ഒക്കെ നടക്കുമ്പോൾ അത് നെറ്റ് അസെറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ പ്രൈസ് വരിക. അപ്പോൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ മാത്രം ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 റുപ്പീസ് ആയിരിക്കും. അതാണ് ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഇനി നമുക്കൊരു 15 മാർക്ക് എസ്സേ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, എന്താണ് ഓർഗനൈസേഷണൽ സെറ്റപ്പ്? മ്യൂച്വൽ ഫണ്ടിൽ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിംവർക്കിൽ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടീസാണ് ഉൾപ്പെടുന്നത്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അഫയേഴ്സൊക്കെ മാനേജ് ചെയ്യുന്നതിന് വന്നിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അതാണ് ഓർഗനൈസേഷണൽ സെറ്റപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. അപ്പം തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഒരു ലീഗൽ ഫ്രെയിംവർക്കിനുള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി സെബി ഒരു 4 ടയർ സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം മാനേജ് ചെയ്ത് പോകുന്നതിന് വേണ്ടി ഒരു 4 ടയർ സിസ്റ്റമാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 4 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടീസാണ് മ്യൂച്വൽ ഫണ്ടിൽ വരുന്നത്. ദാറ്റ് ഈസ് ദ സ്പോൺസർ, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ദ ട്രസ്റ്റീസ് ആൻഡ് ദ കസ്റ്റോഡിയൻ. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സ്പോൺസേഴ്സാണ്. സ്പോൺസർ എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ സ്പോൺസർ എന്ന് പറയുന്നത്. അത് ഒരു കമ്പനി ആകാം, അല്ലെങ്കിൽ മേ ബി ഇൻ കൊളാബറേഷൻ വിത്ത് അനദർ കമ്പനി. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ സ്പോൺസർ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സ്പോൺസേഴ്സാണ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് സ്പോൺസറായിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെബി അതിനുള്ള രജിസ്ട്രേഷൻ ഗ്രാൻറ്റ് ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമേ, സെബിയുടെ രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമേ ഒരു കമ്പനിക്ക് സ്പോൺസറായിട്ട്, മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്പോൺസറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. സെബി അങ്ങനെ രജിസ്ട്രേഷൻ ഗ്രാൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസർക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക്
അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ സെബി ഒരു രജിസ്ട്രേഷൻ ഗ്രാൻറ്റ് ചെയ്യത്തുള്ളൂ. മിനിമം ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസിൽ മിനിമം ഒരു 5 years എക്സ്പീരിയൻസ് എങ്കിലും ഈ സ്പോൺസർക്ക് ഉണ്ടായിരിക്കണം, ഈ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ഉണ്ടായിരിക്കണം, ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കണം, ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം ഫെയർനെസ്സും അതുപോലെ ഇൻറ്റഗ്രിറ്റിയും ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൺസിഡർ ചെയ്ത് മാത്രമേ സെബി ഒരു കമ്പനിക്ക് പ്രൊമോട്ടർ ആകാനുള്ള രജിസ്ട്രേഷൻ നൽകത്തുള്ളൂ. അതുമാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊരു ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലീഗൽ ഫ്രെയിംവർക്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു പാർട്ടിയാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ഇതിൻ്റെ ഫണ്ടുകൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടുകൾ പല സ്കീംസിൽ മാനേജ് ചെയ്യുന്ന പാർട്ടിയാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഏകദേശം ഒരു 10 crore ഇതിൻ്റെ അകത്ത് കോൺട്രിബ്യൂഷൻ നെറ്റ് വർത്ത് ഉണ്ടായിരിക്കണം. അതിൻ്റെ 40% സ്പോൺസർ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ട്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ 10 crore എന്നുള്ളതിൻ്റെ അകത്ത് ആ നെറ്റ് വർത്തിൽ 40% കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് സ്പോൺസറാണ്. അപ്പോൾ അതാണ് സ്പോൺസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടി എന്ന് പറയുന്നത് ട്രസ്റ്റിയാണ്. ട്രസ്റ്റീസ് എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ ഫണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ അസറ്റുകളൊക്കെ അല്ലെങ്കിൽ യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന പാർട്ടീസാണ് ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. അപ്പം അവർ പ്രത്യേകിച്ച് ഈ സ്പോൺസറുമായിട്ടോ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുമായിട്ടോ പ്രത്യേകിച്ച് അവർക്കൊരു ബന്ധം ഉണ്ടാകില്ല. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്. അവർ യൂണിറ്റ് ഹോൾഡേഴ്സ് ട്രസ്റ്റ് ചെയ്യുന്നത് ട്രസ്റ്റീസിനെയാണ്. അവരുടെ പ്രോപ്പർട്ടീസ് സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നത് ട്രസ്റ്റീസിലൂടെയാണ്. അപ്പം അതുമാത്രമല്ല അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഫണ്ട് മാനേജ് ചെയ്യുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അവർ കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ട്രസ്റ്റീസ് ഉറപ്പാക്കും. ഇതിൻ്റെ അത് സാധാരണയായിട്ട് വരുന്നത് വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സാണ്. അവർ സ്പോൺസറിങ് കമ്പനിയുമായിട്ടോ ഒന്നും അവർക്കൊരു ബന്ധം ഉണ്ടാകത്തില്ല. അതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് ദേ ഷുഡ് ഹാവ് വൈഡ് എക്സ്പീരിയൻസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റേഴ്സ്, ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സെട്ര. അപ്പോൾ ഇതുമായിട്ടൊക്കെ നല്ല അറിവുള്ള വൈഡ് എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസാണ് ഈ ട്രസ്റ്റീസിൽ മെമ്പേഴ്സായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ബോർഡ് ഓഫ് ട്രസ്റ്റീസാണ്. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ഇൻവെസ്റ്റേഴ്സിന് പ്രത്യേകിച്ചൊരു ദോഷവും ഉണ്ടാകുന്നില്ല, അവരുടെ അവരെടുക്കുന്ന സ്കീംസുകളെല്ലാം വളരെ സുരക്ഷിതമായിട്ട് അവരുടെ ക്യാഷ് നഷ്ടപ്പെടുന്നില്ല, അതൊക്കെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് ട്രസ്റ്റീസിൻ്റെ ഡ്യൂട്ടിയാണ്. ഇവർ ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാകും. ആ ഒരു എഗ്രിമെൻറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ്, അതിൻ്റെ റെഗുലേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ട്രസ്റ്റീസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടി എന്ന് പറയുന്നത് ട്രസ്റ്റീസ്. ഇനി നമുക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നോക്കാം. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് മൊബിലൈസ് ചെയ്ത് ഡിഫറൻറ്റ് സ്കീംസുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അത് ആ ഫണ്ട് മാനേജ് ചെയ്ത് പോവുകയും ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 1956 അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയായിരിക്കും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അതിന് സെബി അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് അപ്രൂവൽ കൊടുക്കും. അതിനുശേഷം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്കീംസുകളിൽ ഫണ്ടുകൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു സെപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഏജൻസി ആയിട്ടാണ് അസറ്റ് മാനേജ്മെൻറ്റ് ആക്ട് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് കമ്പനി ആക്ട് ചെയ്യുന്നത്. കാര്യം അതിന് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഏജൻസി ആയിരിക്കണം. അപ്പം തീർച്ചയായിട്ടും ട്രസ്റ്റീസാണ് ഇവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ട്രസ്റ്റീസാണ്. അവരുടെ ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ടാസ്ക് എന്ന് പറയുന്നത് ദേ ഹാവ് ടു മൊബിലൈസ് ഫണ്ട്സ് അണ്ടർ വേരിയസ് സ്കീംസ്. പല സ്കീംസുകളിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഈസ് ടു മാനേജ് ദ അസറ്റ്സ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻസിസ്റ്റ് ദാറ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഷുഡ് ഹാവ് എ മിനിമം നെറ്റ് വർത്ത് ഓഫ് 10 crores. അപ്പം യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അപ്പോൾ അത് മാത്രമല്ല ഇവർക്ക് മിനിമം നെറ്റ് വർത്ത് 10 crores ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിക്ക് മാത്രമേ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അവർ തീർച്ചയായിട്ടും ഈ 10 crores അവിടെ കീപ്പ് ചെയ്യുകയും വേണം ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ടു ബി മോണിറ്റേർഡ് ബൈ ദി ബോർഡ് ഓഫ് ട്രസ്റ്റീസ്. അത് അങ്ങനെ ആ ഫണ്ട് കണ്ടിന്യൂസ് ബേസിൽ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ട്രസ്റ്റീസാണ് ഉറപ്പാക്കുന്നത്. അതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പോൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത് ഇതാണ്. കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ സെക്യൂരിറ്റീസ് സേഫായിട്ട് കീപ്പ് ചെയ്യുന്ന
പാർട്ടീസിനെയാണ് നമ്മൾ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് എനി പേഴ്സൺ ക്യാരിങ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് സേഫ് കീപ്പിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ദേ ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ക്ലിയറിംഗ് സിസ്റ്റം. ക്ലിയറിംഗ് സിസ്റ്റത്തിൽ കൃത്യമായിട്ട് ആ ഡേറ്റിൽ തന്നെ സെക്യൂരിറ്റീസും അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം കൃത്യമായിട്ട് സഹായിക്കുന്ന പാർട്ടീസാണ് ക്ലിയറിംഗ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലിയറിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതായത് ആ ഡേറ്റിൽ തന്നെ ഏതാണോ മെച്യൂരിറ്റി ഡേറ്റ് ആ ഡേറ്റിൽ തന്നെ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സിന് ഡെലിവറി ചെയ്യുന്നതിനും അതുപോലെ കമ്പനി അതിൻ്റെ ട്രാൻസാക്ഷൻ സെൽ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നത് കസ്റ്റോഡിയൻസാണ്. അപ്പോൾ ആ കൃത്യ ഡേറ്റിൽ സെക്യൂരിറ്റീസ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. അതുപോലെ മാത്രമല്ല സെക്യൂരിറ്റീസ് കീപ്പ് ചെയ്യുക എന്നുള്ളതും കസ്റ്റോഡിയൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ഈ 4 സിസ്റ്റമാണ് മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷണൽ സിസ്റ്റത്തിൽ വരുന്നത്. നമുക്ക് 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. കസ്റ്റോഡിയനെ സാധാരണ സെബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, എന്നാലേ മാത്രമേ കസ്റ്റോഡിയനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് സെബിയുടെ ഗൈഡ് ലൈൻസ് ആണ്. മ്യൂച്വൽ ഫണ്ടിൽ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് സെബി പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓർഗനൈസേഷണൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള അതിൻ്റെ ഒരു എസ്സേയുടെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഉൾപ്പെടുത്താം. അല്ലാതെ സെപ്പറേറ്റ് 5 മാർക്കിന് നമുക്ക് സെബിയുടെ മ്യൂച്വൽ ഫണ്ട് ഗൈഡ് ലൈൻസ് 5 മാർക്കിനും ചോദിക്കാം. അപ്പം സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ 2012 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അമെൻമെൻറ്റ് അനുസരിച്ച് താഴെ പറയുന്നവയാണ് പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ്. അപ്പം ഈ ഫസ്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എപ്പോഴും മ്യൂച്വൽ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് എ ട്രസ്റ്റായിട്ടാണ്. അതുമാത്രമല്ല ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 19 നോട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് അനുസരിച്ചാണ് ഒരു മ്യൂച്വൽ ഫണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് ട്രസ്റ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി മാനേജ്ഡ് ബൈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ഫണ്ട് മാനേജ് ചെയ്യേണ്ടത് ഒരു സെപ്പറേറ്റ്ലി ഫോംഡ് കമ്പനി ആയിരിക്കണം. അതാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് മിനിമം നെറ്റ് വർത്ത് 10 crores ഉണ്ടായിരിക്കണം. ആ 10 crores 40% കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് സ്പോൺസറാണ്. ഇത് നമ്മൾ അതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അടുത്തത് സ്പോൺസർ ഷുഡ് ഹാവ് ഗുഡ് ട്രാക്ക് റെക്കോർഡ് വിത്ത് മിനിമം എക്സ്പീരിയൻസ് ഓഫ് 5 years ഇൻ ദി റെലവൻറ്റ് ഫീൽഡ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. നമ്മൾ സ്പോൺസറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് മിനിമം ഈ ഫിനാൻഷ്യൽ ഏരിയയിൽ ഒരു 5 years എക്സ്പീരിയൻസ് എങ്കിലും സ്പോൺസർക്കുണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ സെബിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. Then mutual fund should have custodian not in any way associated with asset management company. അത് മാത്രമല്ല സെക്യൂരിറ്റീസ് സേഫായിട്ട് കീപ്പ് ചെയ്യുന്നതിന് ഒരു കസ്റ്റോഡിയൻ മ്യൂച്വൽ ഫണ്ടിന് ഉണ്ടായിരിക്കണം. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുമായിട്ട് അവർക്കൊരു ബന്ധം ഉണ്ടായിരിക്കരുത്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഏജൻസി ആയിരിക്കണം. സ്പോൺസറുമായിട്ടോ അതുപോലെ തന്നെ കസ്റ്റോഡിയനുമായിട്ടോ ഒരു റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കരുത്. Then asset management company should not invest in any of its schemes unless full disclosure of its intention to invest has been made in the offer document. അതായത് ഇവർ ഈ ഓഫർ ഡോക്യുമെൻറ്റിൽ ഏതൊക്കെ സ്കീംസുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ മെൻഷൻ ചെയ്യാത്ത ഒരു സ്കീംസുകളിലും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് തീർച്ചയായിട്ടും ഓഫർ ഡോക്യുമെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത് ഡിസ്ക്ലോസ് ചെയ്യാത്ത പക്ഷം അതിൻ്റെ അകത്ത് മറ്റുള്ള സ്കീംസുകളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. Then the schemes of mutual fund launched by asset management company should be approved by the trustees. The trustees ആണ് ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുന്നത്. അപ്പം ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്കീംസുകൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നോക്കുമ്പോൾ അത് ട്രസ്റ്റീസ് തീർച്ചയായിട്ടും അപ്രൂവ്ഡ് ചെയ്തിരിക്കണം. ട്രസ്റ്റി അപ്രൂവ് ചെയ്യുന്ന സ്കീംസുകളിൽ മാത്രമേ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം അത് തീർച്ചയായിട്ടും ട്രസ്റ്റീസ് അപ്രൂവ് ചെയ്യണം. അതൊരു ഗൈഡ് ലൈൻ ആണ്. ദെൻ മ്യൂച്വൽ ഫണ്ട്സ് കനോട്ട് ഡീൽ ഇൻ ക്യാരി ഫോർവേഡ് ട്രാൻസാക്ഷൻസ് ഇൻ സെക്യൂരിറ്റീസ്. ഈ മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും ക്യാരി ഫോർവേഡ് ട്രാൻസാക്ഷൻസ് സെക്യൂരിറ്റീസിൻ്റെ ക്യാരി ഫോർവേഡ് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാൻ പാടില്ല. അതായത് പിന്നത്തേക്ക് മാറ്റി വെക്കുക, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിൽ സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസ് മ്യൂച്വൽ ഫണ്ടിൽ ഡീൽ ചെയ്യാൻ പാടില്ല. Then a mutual fund may enter into short selling or derivative transactions subject to the framework specified by SEBI. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസ് നടത്താം. ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസിലാണ് ഷോർട്ട് സെല്ലിങ്ങും ഒക്കെ വരുന്നത്. അപ്പം ഷോർട്ട് സെല്ലിങ് അതായത് എഗ്രിമെൻറ്റ് ഫോർവേഡ് ചെയ്യുമ്പോഴത്തേക്കും എഗ്രിമെൻറ്റിൽ അനുസരിച്ച് നമുക്ക് ചിലപ്പം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരാം. അപ്പം അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളിലൊക്കെ എൻറ്റർ ചെയ്യാം, അല്ലെങ്കിൽ സ്പെക്കുലേഷനിലോ ഡെറിവേറ്റീവ്സ് ട്രാൻസാക്ഷൻസിലൊക്കെ എൻറ്റർ ചെയ്യാം. ബട്ട് ഇറ്റ് ഷുഡ് ബി ടു ദ ഫ്രെയിം വർക്ക് സ്പെസിഫൈഡ് ബൈ സെബി. സെബി പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളിലൊക്കെ എൻറ്റർ ചെയ്യാൻ പാടുള്ളൂ.
അതുപോലെ തന്നെ ന്യൂ ഫണ്ട് ഓഫർ നമ്മൾ പറഞ്ഞായിരുന്നു, പബ്ലിക്കിന് മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്യുന്ന ആ സ്കീമിനെയാണ് നമ്മൾ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓഫർ ഡോക്യുമെൻറ്റിൽ കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും കൊടുത്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് ഇൻവെസ്റ്റേഴ്സിന് സഫിഷ്യൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന എല്ലാ ഇൻഫർമേഷനും, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഓഫർ ഡോക്യുമെൻറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കണം എന്നുള്ളതും സെബിയുടെ ഗൈഡ് ലൈനിൽ വരുന്നതാണ്. ഓഫർ ഡോക്യുമെൻറ്റ് ഓഫ് ന്യൂ ഫണ്ട് ഓഫർ ഷുഡ് contain disclosure which are adequate in order to enable the investors to make an informed investment decision. ഇൻവെസ്റ്റർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. Then investment under an individual scheme should not exceed 5% of the corpus of any company's share. അതായത് ഒരിക്കലും ഈ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് നമ്മൾ പല സ്കീംസുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന, പല കമ്പനിയുടെ സെക്യൂരിറ്റീസ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ഒരു ഇൻഡിവിജ്വൽ സ്കീമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഷെയറിൻ്റെ 5% കൂടുതൽ ആകാൻ പാടില്ല. അപ്പോൾ അതിൽ താഴെ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇൻഡിവിജ്വൽ സ്കീമിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതും സെബിയുടെ ഗൈഡ് ലൈനിൽ പറയുന്നു. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർ ഓൾ ദി സ്കീംസ് കനോട്ട് എക്സീഡ് 15% ഓഫ് ദ ഫണ്ട് ഇൻ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഓഫ് എ സിംഗിൾ കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെയും ഡിബെഞ്ചറിൻ്റെയും ഫണ്ടുകളുടെ 15% കൂടുതൽ എല്ലാ സ്കീംസുകളുടെ, പല സ്കീംസുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടല്ലോ. അപ്പം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പല സ്കീംസുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഒരു യൂണിറ്റ് ഹോൾഡർക്ക് തന്നെ. അപ്പോൾ അത് എല്ലാ സ്കീംസുകളും കൂടി കണക്കാക്കി നോക്കിയാലും ഒരു കമ്പനിയുടെ ഷെയറുകളുടെയും ഡിബെഞ്ചറുകളുടെയും ഫണ്ടിൻ്റെ 15% കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. Then every closed-ended scheme other than an equity-linked savings scheme should be listed on a recognized stock exchange. എല്ലാ ക്ലോസ്-എൻഡഡ് സ്കീംസുകളും, അതായത് ക്ലോസ്-എൻഡഡ് സ്കീംസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മ്യൂച്വൽ ഫണ്ടിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഡേറ്റ് വന്നാൽ ദാറ്റ്സ് എ ക്ലോസ്-എൻഡഡ് സ്കീം. ആ മെച്യൂരിറ്റി ഡേറ്റിൽ മാത്രമേ ഇവർക്കത് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ആ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കും. അതാണ് ക്ലോസ്-എൻഡഡ് സ്കീം എന്ന് പറയുന്നത്. അപ്പം ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്ലോസ്-എൻഡഡ് സ്കീംസുകളും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഫോർ ഓപ്പൺ എൻഡഡ് സ്കീംസ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഷുഡ് ഇഷ്യൂ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓർ യൂണിറ്റ് സർട്ടിഫിക്കറ്റ്സ് വിത്തിൻ 5 days ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ഇനീഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഓർ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ദി സെയിം. അതായത് ഓപ്പൺ എൻഡഡ് സ്കീമാണെന്നുണ്ടെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇനിഷ്യൽ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത ഡേറ്റിന് 5 days തന്നെ ഇതിൻ്റെ അക്കൗണ്ട്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ യൂണിറ്റ് സർട്ടിഫിക്കറ്റ്സോ ഇഷ്യൂ ചെയ്തിരിക്കണം, യൂണിറ്റ് ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്തിരിക്കണം എന്നുള്ളത് കമ്പൽസറിയാണ് ഓപ്പൺ എൻഡഡ് സ്കീംസിൽ. Then advertisement should include the content of the trust deed, management agreement and scheme-wise balance sheet. It should be in accordance with the advertisement code of SEBI. അപ്പം ഇതിൻ്റെ സ്കീംസുകളെ കുറിച്ചൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ എന്താണെന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെബിയുടെ അഡ്വർടൈസ്മെൻറ്റ് കോഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കോഡ് അനുസരിച്ച് മാത്രമേ അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യാവുള്ളൂ. ആ അഡ്വർടൈസ്മെൻറ്റിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ എഗ്രിമെൻറ്റ്, ട്രസ്റ്റ് ഡീഡ്, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്കീംസ്, ബാലൻസ് ഷീറ്റിൻ്റെ എഗ്രിമെൻറ്റ്, സ്കീം വൈസ് ബാലൻസ് ഷീറ്റും എല്ലാം പബ്ലിഷ് ചെയ്തിരിക്കണം. Then the minimum amount to be raised in a closed-ended scheme is 20 crore and an open-ended scheme is 50 crore. In case minimum amount is not collected within the prescribed time limit, which is different for various schemes, the entire amount shall be refundable. അതായത് ഈ ക്ലോസ് എൻഡഡ് സ്കീമിലും ഓപ്പൺ എൻഡഡ് സ്കീംസിലും സെപ്പറേറ്റ് ആണ് നമ്മൾ മിനിമം എമൗണ്ട് റൈസ് ചെയ്യേണ്ട മിനിമം എമൗണ്ടിൽ ഡിഫറൻസ് ഉണ്ട്. മിനിമം ക്ലോസ് എൻഡഡ് സ്കീമിൽ 20 crores എങ്കിലും റൈസ് ചെയ്തിരിക്കണം. അതുപോലെ ഓപ്പൺ എൻഡഡ് സ്കീമിൽ 50 crores എങ്കിലും മിനിമം റൈസ് ചെയ്തിരിക്കണം. ഈ മിനിമം എമൗണ്ട് അവർക്ക് ആ ടൈം ലിമിറ്റിനുള്ളിൽ റൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് പല സ്കീംസുകളിലുള്ളതാണിത്, എൻ്റെ എമൗണ്ട് നമ്മൾ ഉള്ള സ്കീം, അതായത് ഇവർ റൈസ് ചെയ്തിട്ടുള്ള ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ടുള്ളതാണ്. പിന്നീടത് ക്യാൻസലായി പോകും. ആ സ്കീം അവിടെ ആക്റ്റീവ് ആകുന്നില്ല. Then a mutual fund should maintain books of accounts, expenses and appropriation of expenses among individual schemes. ഓരോ സ്കീംസിലുമുള്ള ഡീറ്റെയിൽസ് എല്ലാം മ്യൂച്വൽ ഫണ്ട് പ്രത്യേകം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, അതായത് എക്സ്പെൻസുകൾ അപ്രോപ്രിയേറ്റ് ഡീറ്റെയിൽസും അപ്രോപ്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസും എല്ലാം കൃത്യമായിട്ട് കാണിച്ചിരിക്കണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുക്ക് മ്യൂച്വൽ ഫണ്ട് കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, മ്യൂച്വൽ ഫണ്ട്സ് ആർ ഒബ്ലൈഗ്ഡ് ടു പബ്ലിഷ് സ്കീം വൈസ് ആനുവൽ റിപ്പോർട്ട്സ്, annual statements of accounts,
furnish half-yearly unaudited accounts, quarterly statements of movements and net asset value and quarterly portfolio statements to SEBI. അപ്പം സെബിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് തീർച്ചയായിട്ടും സെബിയിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ സെൻഡ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ടുകൾ അത് പബ്ലിഷ് ചെയ്തിരിക്കണം. അത് ഇറ്റ്സ് വെരി ഒബ്ലിഗേറ്ററി. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് തീർച്ചയായിട്ടും സെബിക്ക് സെൻഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സ്കീം വൈസ് ആനുവൽ റിപ്പോർട്ടിൻ്റെ സ്കീം വൈസ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക. അതുപോലെ അക്കൗണ്ട്സിൻ്റെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ അൺഓഡിറ്റ് ചെയ്തിട്ടുള്ള ഹാഫ് ഇയർലി ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്യാത്ത അക്കൗണ്ട്സുകൾ അത് ഫർണിഷ് ചെയ്യണം. അതുപോലെ തന്നെ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് എല്ലാ ഡീറ്റെയിൽസും അത് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ഫർണിഷ് ചെയ്യണം. ദെൻ നെറ്റ് അസെറ്റ് വാല്യൂ, അതുപോലെ പോർട്ട്ഫോളിയോ സ്റ്റേറ്റ്മെൻറ്റ്സ്, ക്വാർട്ടർലി 3 മന്ത്സ് വരുന്ന ക്വാർട്ടർലി പോർട്ട്ഫോളിയോ സ്റ്റേറ്റ്മെൻറ്റ്സും എന്ത് ചെയ്തിരിക്കണം, സെബിയിൽ സെൻഡ് ചെയ്തിരിക്കണം, ഫർണിഷ് ചെയ്തിരിക്കണം. ദെൻ net asset value of the scheme shall be calculated and published at least in 2 daily newspapers at intervals of not exceeding 1 week. ഇപ്പോൾ നെറ്റ് അസെറ്റ് വാല്യൂ നമ്മൾ ഫ്രം ടൈം ടു ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. അത് മാറിക്കൊണ്ടേയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യുകയും ഏകദേശം 2 ന്യൂസ് പേപ്പറുകളിലെങ്കിലും ഒരു 1 വീക്ക് വ്യത്യാസമില്ലാതെ മിനിമം 2 ന്യൂസ് പേപ്പറുകളിലെങ്കിലും അത് പബ്ലിഷ് ചെയ്തിരിക്കണം. നെറ്റ് അസെറ്റ് വാല്യൂ പബ്ലിഷ് ചെയ്തിരിക്കണം. നെറ്റ് അസെറ്റ് വാല്യൂ ക്ലോസ് എൻഡഡ് സ്കീമിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ബേസിസിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലോസ് എൻഡഡ് സ്കീമിൽ ഡെയിലി നെറ്റ് അസെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. and should be calculated on daily basis and published in at least 2 daily newspapers having circulation all over India. 2 ന്യൂസ് പേപ്പറുകളിലെങ്കിലും അതിൻ്റെ വാല്യൂ പബ്ലിഷ് ചെയ്തിരിക്കണം. അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പർ, 2 ന്യൂസ് പേപ്പറിൽ ഈ നെറ്റ് അസെറ്റ് വാല്യൂ ക്ലോസ് എൻഡഡ് സ്കീമിൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ ഡെയിലി ബേസിസിൽ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതും കമ്പൽസറിയാണ്. അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി സെബിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ പേഴ്സൺസിനെ ഇതിൻ്റെ മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സെബി ഈസ് എംപവേർഡ് ടു അപ്പോയിൻറ്റ് 1 or more പേഴ്സൺസ് ആസ് ഇൻസ്പെക്റ്റിംഗ് അതോറിറ്റി ടു ഇൻസ്പെക്ട് ദ മ്യൂച്വൽ ഫണ്ട്. അതുപോലെ തന്നെ സെബിക്ക് ഒരു ഓഡിറ്ററെയും അപ്പോയിൻറ്റ് ചെയ്യാം. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനും ചെക്ക് ചെയ്യുന്നതിനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനുമായിട്ട് ഒരു ഓഡിറ്ററെ സെബിക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. SEBI is empowered to appoint an auditor to investigate into the books of accounts. Then SEBI can suspend registration of mutual fund in case of violations of the provisions. അപ്പോൾ എന്തെങ്കിലും ഈ പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെബിക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. ഇത്രയുമാണ് സെബിയുടെ ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്.